ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ പ്ലംബിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പേസ് മാക്സിമം കുറവാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഫിറ്റിങ്സ്, അതായത് ഏതൊക്കെ ഫിറ്റിങ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് കാര്യങ്ങൾ, ഡ്രൈനേജിനൊക്കെ ബ്ലോക്ക് കാര്യങ്ങൾ കുറയാമെന്നുള്ള രീതിയിലുള്ള വീഡിയോസാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇത് നമ്മൾ പ്ലംബിംഗ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ്. നമുക്കിതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെപ്റ്റിക്കിൻ്റെ കാര്യങ്ങളെല്ലാം അവർ ചെയ്തിരിക്കുന്നത് വീടിനോട് ചേർത്തിട്ടാണ്. ഒരടി പോലും ഗ്യാപ്പില്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് 4 ഇഞ്ച് പൈപ്പോ അതുപോലെ തന്നെ വാട്ടർ ലൈനൊക്കെ കൊണ്ടുപോകാൻ വളരെ കറക്റ്റ് സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 4 ഇഞ്ച് പൈപ്പ് ആ ഏരിയയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫിറ്റിങ്സ് ഇട്ട് തിരിച്ച് കൊണ്ടുപോയിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ 2 ഇഞ്ചിൻ്റെ സിങ്കിൽ നിന്ന് വരുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം നമുക്ക് ഉള്ള സ്ഥലത്ത് നമുക്ക് ഫിറ്റിങ്സ് ഉപയോഗിക്കുന്നത് ബ്ലോക്ക് വരാത്ത രീതിയിലുള്ള ഫിറ്റിങ്സ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, അത് തന്നെ ഉപയോഗിക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ സിങ്കിൻ്റെ വേസ്റ്റാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതൊരു ടീ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. 2 സിങ്ക് വരുന്നുണ്ട്. 2 സിങ്കിനും കൊടുത്തിരിക്കുന്നത് ടീ ഉപയോഗിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ ഉറപ്പായിട്ടും ആ ടീയുടെ അവിടെ ബ്ലോക്ക് വരും. കാരണം 45 ആംഗിളല്ല 90 ഡിഗ്രി ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഒരു ബ്ലോക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മളൊരു വൈ ഉപയോഗിച്ചാൽ അതിൻ്റെ ഫ്ലോ കറക്റ്റായിരിക്കും. ആ വരുന്ന ലെവലിൽ തന്നെ അത് കറക്റ്റായിട്ട് പോകും. ഒരിക്കലും ബ്ലോക്ക് വരാത്ത രീതിയിൽ ഒരു 99% ബ്ലോക്ക് വരാത്ത രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. പിന്നെ സിങ്കിലേക്ക് കൊടുക്കുന്ന ഫിറ്റിങ്സ് എല്ലാം തന്നെ ബെൻഡുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൽബോ മാക്സിമം ഒഴിവാക്കി ബെൻഡുകൾ യൂസ് ചെയ്യുക. ബെൻഡുകൾ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈനിൽ കണക്ട് ചെയ്തിരിക്കുന്ന രീതിയാണ് കാണുന്നത്. നമുക്ക് 2 ഇഞ്ച് പൈപ്പ് എടുത്തതിന് ശേഷം നേരെ നമുക്ക് 2.5 ഇഞ്ച് പൈപ്പിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന പൈപ്പ് ചെറുതാണെങ്കിൽ 2 ഇഞ്ച് പൈപ്പാണ് നമ്മൾ സിങ്കിൽ നിന്ന് കൊടുത്തെങ്കിൽ 2 ഇഞ്ച് പൈപ്പിലേക്ക് കണക്ട് ചെയ്ത് 2 സിങ്കിലും 2 കണക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ കുഴിയിലേക്ക് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ 4 ഇഞ്ച് ആണെങ്കിലും നമ്മൾ കൊടുത്തിരിക്കുന്ന ഫിറ്റിങ്സ് 45 ആംഗിളും എൽബോ ഒട്ടും തന്നെ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഭാവിയിൽ ഉറപ്പായിട്ടും ബ്ലോക്ക് കാര്യങ്ങൾ ഉറപ്പായിട്ട് സംഭവിക്കും. 45 ആംഗിളിൻ്റെ 45 എൽബോ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ബെൻഡ് യൂസ് ചെയ്യുക. ബെൻഡ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനിയിപ്പോൾ എൽബോ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 45 ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എൽബോൻ്റെ ആ കറക്റ്റ് മെഷർമെൻറ്റ് നമുക്ക് കിട്ടും. പക്ഷേ ഇത്തിരി വലിപ്പം വരുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ആ എൽബോയിൽ വരുന്ന ബ്ലോക്ക് ഒരിക്കലും നമുക്ക് 45 ആംഗിളിൽ വരുന്നില്ല. 45 ആംഗിൾ ആ വരുന്ന ലെവലിൽ തന്നെ അത് ഫ്ലോ ആയിട്ട് കറക്റ്റ് ചെയ്ത് പോകും. എൽബോ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി ആയതുകൊണ്ട് അത് വന്ന് ഇടിച്ച് നിന്നതിന് ശേഷം മാത്രമേ പിന്നീട് ഒരു ഫ്ലോ ഉണ്ടാവുള്ളൂ. പക്ഷേ 45 ആംഗിളും ബെൻഡിൽ എന്ന് പറയാൻ വരുന്ന ലെവലിൽ തന്നെ ക്ലിയർ ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ബ്ലോക്ക് പ്രതീക്ഷിക്കേണ്ട. പിന്നെ അതുപോലെ തന്നെ മാക്സിമം നമുക്ക് എയർ കൊടുക്കാനായിട്ട്, അതായത് സിങ്കിൻ്റെ ആണെങ്കിലും ഡ്രൈനേജിൻ്റെ ആണെങ്കിലും സിങ്കിൽ വരുന്ന ആണെങ്കിലും പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത്, നേരെ പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് നമുക്ക് അവിടെ ഒരു എയർ കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്ന് വരുന്ന എയറിൻ്റെ സിസ്റ്റം, എയർ ഓപ്പൺ ആയാൽ മാത്രമേ വെള്ളത്തിൻ്റെ ഫ്ലോ കറക്റ്റ് ആവുള്ളൂ. കാരണം പോകുന്നതിൻ്റെ കൂട്ടത്തിൽ മുകളിൽ നിന്ന് എയർ വലിച്ചാൽ കറക്റ്റായിട്ട് ആ വെള്ളത്തിൻ്റെ ഫ്ലോ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ബ്ലോക്ക് വരാനുള്ള ചാൻസസ് കുറവാണ്. നമ്മുടെ സിങ്കിൽ നിന്ന് ഇറങ്ങുന്ന ഏരിയയിലാണെങ്കിലും അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ കുളിക്കുന്ന വെള്ളം നമ്മൾ കണക്ട് ചെയ്യുന്ന ഏരിയയിലാണെങ്കിലും എയർ കൊടുത്ത് നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ ഡോർ എൽബോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഉപയോഗിക്കണമെങ്കിൽ എന്തെങ്കിലും ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോർ എൽബോ ഉപയോഗിക്കുന്നത്. അതിനേക്കാൾ ബെറ്റർ നമ്മളൊരു ടീ ഇട്ടതിന് ശേഷം അവിടെ നമ്മളൊരു എയർ കൊടുക്കുക. എയർ കൊടുത്തു കഴിയുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഫ്ലോർ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത്രയും എയർ മുകളിൽ നിന്ന് വലിച്ച് ക്ലിയറായി പോകും. അതുമാത്രമല്ല എന്തെങ്കിലും ബ്ലോക്ക് വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് നോക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്തിരിക്കുന്നത്. ഡോർ എൽബോ നമ്മൾ കൊടുത്താൽ ഭാവിയിൽ നമ്മൾ ആ ഡോറിൻ്റെ അവിടെ കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് നമ്മൾ ആ ഡോർ ഊരിയെടുത്ത് നമ്മൾ അതിൻ്റെ കംപ്ലയിൻറ്റ് മാറ്റും. അതിൻ്റെ ഫ്ലോ കറക്റ്റ് ചെയ്യും. പക്ഷേ പിന്നീട് ആ ഡോർ നമ്മൾ കറക്റ്റായിട്ട് അടച്ചില്ലെങ്കിൽ അതിലൂടെ എപ്പോഴും വെള്ളം ലീക്ക് ചെയ്ത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.